വസ്ത്രം ധരിച്ചു പോറ മക്കളെ, രാമൻ സക്കനോ ബിയൂതന, നമ്മുടെ വീടിന്റെ അകത്ത് താമസിച്ചു പോറ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെട്ടു പോറവരുടെ റൂഹുകൾ നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ മകൻ അവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നു. ഏത് ഖുർആൻ ക്ലാസ് ആണ്? തലമറയ്ക്കാറോ 10ഉം 17ഉം വയസ്സാറ് പെൺകുട്ടികൾക്ക് ചൂരലും കൊണ്ട് കറങ്ങി നടന്നുകൊണ്ടുള്ള ഖുർആൻ ക്ലാസ് ആണ്. ഇത് കാണുമ്പോ മരിച്ചുപോറ വാപ്പാക്കൊരു ആശയോരാ നേരമില്ലാറോ, മരിച്ചുപോറ ഉമ്മാക്കൊരു പാട്ടിയോരാ നേരമില്ലാറോ. ലോകത്ത് പിന്നെ എന്ത് നീനാണ് എന്റെ പ്രിയമുള്ള മുസ്ലിം നാമരാളുകളോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രവാചക പ്രണയവും പുണ്യശലാത്തും എന്ന വിഷയമാണ് ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹു കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും മനസ്സിലാക്കുവാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സംഗമിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, നബിതങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉറക്കിലും ഊണിലും സഹകരിച്ചിരുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന സഹാബികളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു റബീഅ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്ത് ഉറക്കമുണർന്നുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഒളിവെടുക്കാൻ വെള്ളമന്വേഷിക്കുമ്പോൾ റബീഅ റളിയല്ലാഹു തആല അൻഹു ഒരു പാത്രത്തിൽ വെള്ളവുമായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സ്നേഹം കണ്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് തന്റെ ആവശ്യം നിർവഹിച്ചു തരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സ്നേഹത്തിന് പകരം നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, എന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന റബീഅ, ഇതിനു പകരം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹ ആശങ്കകളൊന്നും കൂടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ആവശ്യം അറിയിക്കുകയാണ്. നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്താണ് അല്ലാഹുവിനോട് ആദ്യം ചോദിക്കുന്നത്? എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് അല്ലാഹുവിനോട് ആദ്യം ചോദിക്കും? മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാര് ചില ആവേശം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരങ്ങളൊക്കെ വന്നിട്ട് അപ്പോ പെട്ടെന്ന് തന്നെ നമ്മള് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചോദിക്കും, ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടണം, ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടണം എന്ന് ചില ചെറുപ്പക്കാർ പറയും. ബ്രസീലിനും അർജന്റീനയ്ക്കും വേണ്ടി വാപ്പായവരെ കൊലക്കി കൊടുത്തു അവസാനം എന്റെ പ്രിയമുള്ളവരെ ആകെ വേദനയോടുകൂടി വീട്ടിന്റെ അകത്ത് നിരാശയോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാതെ കഴിഞ്ഞുപോയവർ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം നടക്കണമെന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുന്ന ഇതൊക്കെയായി. അപ്പോ അഞ്ചാലമൂടിലുള്ള സഹോദരിമാർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം എന്ന് പറയുന്ന ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ സഹോദരിമാർ എന്ത് പറയും? ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് കഷ്ടപ്പെടാതെ തിരിച്ചു വന്നിട്ട് സാറേ എനിക്ക് ആ ഡീൽ ഓർ നോ ഡീൽ 50 ലക്ഷത്തിന്റെ പെട്ടി ഇനി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ വേറൊന്നും ആശങ്കപ്പെടാനില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് അതിനകത്തുനിന്ന് പണമെടുക്കുന്നു, ചെലവാക്കുന്നു. അതായിരിക്കും ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു നേതാവ് ചോദിച്ച ചോദ്യമല്ല, ഏതെങ്കിലും ഒരു പള്ളിയിലെ ഉസ്താദ് ചോദിച്ച ചോദ്യമല്ല, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് ഉറപ്പുള്ള റബീഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു,
യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. നബിയേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് നബിയേ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ട് തങ്ങളോ. എന്നാൽ അതൊന്നും ഞാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് വേറെ ആരോടും ചോദിക്കാത്തവര് ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ നബിയേ, എന്ത് ചോദിച്ചാലും അവിടുന്ന് തരുമോന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം സമർപ്പിക്കുന്ന പ്രവാചകൻ, തന്നെ ആര് ഇഷ്ടപ്പെടുന്നവോ, തന്നെ ആര് പ്രേമിക്കുന്നവോ, തന്നെ ആര് സ്നേഹിക്കുന്നവോ അവർക്ക് എല്ലാം മാറിക്കോറി കൊടുത്തിട്ടുള്ള നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതെന്തെന്നറിയോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. നബിയോ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലിരിക്കണമെന്ന കൊതിയുണ്ട് നബിയോ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കഴിയണമെന്ന ആശയുണ്ട് നബിയോ, അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണമെന്നുള്ള വല്ലാത്ത കൊതിയുണ്ട് നബിയോ. അത് മാത്രം മതി. അങ്ങയോടുള്ള സ്നേഹത്തിന് പകരമായി, അങ്ങയുടെ ഹാദിമാവിന് പകരമായി, അങ്ങോട്ട് ചെയ്യുന്ന ശോഭനത്തിന് പകരമായി നബിയോ, എനിക്കത് മാത്രം മതി നബിയോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ട് പഠിച്ചിരുന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചോദിക്കും എന്ന് വിചാരിച്ചു. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വേറെ വല്ലതും ചോദിച്ചുകൂടെ? ഇത് തന്നെ നിനക്ക് വേണം, നിനക്ക് വേറെ വല്ലതും ചോദിച്ചുകൂടെ? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയോടുള്ള സ്നേഹത്തിന് പകരം എന്ത് വേണമെന്നാണ് എന്നോട് ചോദിച്ചത്. എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെടുന്നെങ്കിൽ എനിക്കിത് മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അതാണെങ്കിലും അത് വേറെ ഒന്നും എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ ആഗ്രഹം നിനക്ക് ഞാൻ നടത്തിത്തരാൻ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യാം. അതോടൊപ്പം അത് നടക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കുകയോട് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിലിരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കണം. റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് 9:15 പറഞ്ഞു. അതും പറഞ്ഞ് ആ കാര്യം നേടാൻ വേണ്ടി ദുആ ചെയ്തായിരിക്കും നമ്മൾ പിരിയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റും. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. ദാത്തമാരിങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ട് അല്ലോ ഗ്ലോറിയ വീണടി ഗ്ലോറിയ. ഇനി അടുത്ത ആഴ്ച അറിയാം മരിച്ച ജീവനുണ്ടാ, പോസ്റ്റ്മോർട്ടം നടത്തോ, കുഴിച്ചിടോ, കത്തിക്കോ എന്നൊക്കെ അടുത്ത ആഴ്ച അറിയാം. അപ്പൊ അതുവരെ ആകെ ടെൻഷൻ അടിച്ച് അത് കണക്കാ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൂടെ സ്വർഗ്ഗത്തിലിരിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് പറയണം, ആ സഹായം നമ്മൾ ചെയ്യണം. അങ്ങനെ തന്നെ സ്വർഗ്ഗത്തിൽ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് 3 കാര്യം ജീവിതത്തിൽ ആർക്കുണ്ടോ? അവർക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. അങ്ങനെ മാധുര്യം ലഭിച്ചതുകൊണ്ടാണ് ഹുദൈബ റളിയല്ലാഹു അൻഹു അവസാനം നിസ്കാരം ആവശ്യപ്പെട്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മണവറയുടെ പ്രഥമരാത്രിയുടെ പ്രഥമ സന്ദർഭങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ എന്റെ ഭർത്താവിനോട് സമയം ചോദിച്ചതെല്ലാം അതുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഒന്നാമത്തെ എന്തെന്നറിയോ? അനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും ഇതിനെക്കാളും എന്തിനെക്കാളും എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടതാവുക. 2 കാര്യം ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. രണ്ടാമത്തത്, ആരെയെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക. 3, വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ കനൽക്കട്ടയിൽ നിങ്ങളെ വലിച്ചെറിയപ്പെടുന്ന പോലെ മനസ്സിന്റെ കത്ത് വേദനയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇസ്ലാമിനെ ഇഷ്ടപ്പെടുക. ഈ 3 കാര്യത്തിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ചർച്ച. അതാണ് ഇന്നത്തെ വിഷയത്തിലുള്ളത്. അല്ലാഹു വറസൂലുഹു
അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. അല്ലാഹുവും അവന്റെ റസൂലും മറ്റ് എന്തിനെക്കാളും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുക. അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കന്മാരെക്കാളുമെല്ലാം നമ്മുടെ മനസ്സിന്റെ കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ളതായ ഈമാനിന്റെ മാധുര്യം നമ്മൾ അറിയുന്നതാണ്. നിസ്കാരത്തിന്റെ രുചി നമ്മൾ അറിയുന്നതാണ്. സ്വതക്കയുടെ രുചി നമ്മൾ അറിയുന്നതാണ്. വിഭാഗത്തിന്റെ മഹിമയും മാധുര്യവും പുണ്യവും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇഷ്ടപ്പെടണം പടച്ചറബിനെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. അതുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഈ സരസ്വരന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി നമസ്കാരത്തിലൂടെ പടച്ചറബിനെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ നമസ്കാരം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നമ്മുടെ അമലാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അത് കൃത്യമായി നിർവഹിച്ചേ പറ്റൂ. അതിനു പുറമേ അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന്, അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്നതിന്, സാധുക്കളെ സഹായിക്കുന്നത് പോലെയുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ പോലെയുള്ള ആചാരപരമായ ചെറിയ ചെറിയ കാര്യങ്ങളല്ലാണ്ട് ഹബീബിനോടുള്ള സ്നേഹം പോലെ അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിന് പുറമേ ബാക്കിയുള്ള അമാലുകൾ അതിന്റെ കൂടെ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി അർപ്പിക്കണം. അല്ലാതെ 5 വർഷത്തെ നിസ്കാരം കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനെന്ന് കരുതണ്ട. അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മൾ അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ നേടേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടമാണ്, സ്നേഹമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതിയാണ്. നമ്മൾ എത്രയോ ദുർഗാ മജ്‌ലിസുകളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിക്കൊണ്ട് നടക്കുന്ന ഘോഷയാത്രകൾ എത്ര ഭംഗിയാണ് കാണാൻ. അതുപോലെ അതിര് കടന്നു പോയെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ആ രീതിയിലൂടെ സമയം ചെലവഴിക്കാറ് മദീനയുടെ പറവകൾ പോലും പൊട്ടിക്കറിയുന്ന രീതിയിൽ മദീനയുടെ മനോഹരികൾ പോലും നിനക്ക് വേണ്ടി സ്വലാത്ത് കൊള്ളുന്ന, നിനക്ക് വേണ്ടി ദ്വാരക്കുന്ന വേളയിൽ അതിനുവേണ്ടി അവരെ ഒരുക്കിയെടുക്കുന്ന രീതിയിലാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നീ പ്രകടമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹറാമിയത്തില്ലാത്ത, അതിരുകടക്കലില്ലാത്ത പ്രത്യേകമായ ഒരു ഇസ്സത്തുള്ള പ്രണയത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി വരണം. അവൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണല്ലോ നാളെ ഇവിടെ നടക്കുന്ന ദുർഗാ മജ്‌ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നേതൃത്വം കൊടുക്കുന്ന മഖ്ദൂമിയ വിദ്യാർത്ഥികൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിദ്യാർത്ഥികൾ വന്ന് അൽഹംദുലില്ലാഹ് അൻസാറുകളുടെ വേദിയിൽ മജ്‌ലിസിൽ വന്നിരുന്ന് കരഞ്ഞ് കണ്ണീരോടെ സ്വലാത്ത് ചൊല്ലി മദീനയ്ക്ക് വേണ്ടി കാണാനും കേൾക്കാനും ദ്വാരം ഇവിടുന്ന് പിരിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഒരു പ്രവാചകനോടുള്ള മഹബത്തിന്റെ അനുരാഗത്തിന്റെ പെരുമഴയായിട്ട് പെയ്തിറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഹജ്ജിന് പോയപ്പോൾ അറഫാ മൈതാനിൽ നിന്നുകൊണ്ട് ഏറ്റവും അധികം ദ്വാരന്നത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണോ അല്ലാഹ്, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണോ അല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. ആ ദുആ ചെയ്ത ആളിന്, ആ ദുആ ചെയ്തതിന് പകരം എത്ര കോടി രൂപ നമ്മൾ കൊടുത്താൽ മതിയാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തിന് നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടണം? അള്ളാന്റെ ഹബീബിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടല്ലോ. ഏറ്റവും അധികം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു ആദ്യം ഇദ്രീസും നൂഹും നബി സാലിഹ് ഇബ്രാഹിം സന്തതികൾ ഇസ്മായിൽ ഇസ്ഹാഖും യാക്കൂബ് ജിൻദൻ നബി മുഗലങ്ക് പവിഴമ്പുലഴകിന മറസനം തിരിയുസിതവർ അണികളിൽ വിളിച്ചിടും നബി അയ്യുബവർ സുഹൈബാബാം സുറുമൻ മറു നബിയും മൂസ ഊദും നബിയസബുൽ യാസുബ് യൂനുസ്നെ വകരിയ ദാവൂദും യഹ്യ ഈസ മുഹമ്മദ് നബിയുള്ള കാബുൽ അംബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊക്കെ 1.5 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര് ലോകത്തേക്ക് പറഞ്ഞുവിട്ട പറച്ചരമ്പ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരാരാ? നമ്മുടെ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പറച്ചറപ്പ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണോ? അങ്ങനെ ആ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് പോയിരുന്നുകൊണ്ട് അല്ലാഹുവിനെ കണ്ടതോ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഹബീബ് എന്ന് വിളിച്ച, അല്ലാഹു ഹബീബ് എന്ന് വിളിച്ച എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെന്ന് അല്ലാഹു വിളിച്ച നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു നുരിയഹു മിൻ ആയാതിനാ എന്ന് പറയുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിനുള്ള മഹബ്ബത്ത് ഒരുപാട് വിശദീകരിക്കുമ്പോൾ മിഅ്റാജ് സ്വപ്നമെന്ന് പറയുന്ന മടയന്മാരെ, ഇസ്റാ സ്വപ്നമെന്ന് പറയുന്ന മടയന്മാരെ, എന്താ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? ഇസ്റാ മിഅ്റാജും ഒരു സ്വപ്നത്തിലൂടെ നടത്താൻ വേണ്ടി മാത്രം അത്ര ചെറുതാണോ നമ്മുടെ നബിതങ്ങൾ? ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പ്രവാചകനും കൊടുക്കാത്ത സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിന്റെ പടച്ചുറപ്പറ തന്റെ ഇരിപ്പിടത്തിലേക്ക് അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് നബിതങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? നബിയോ, നിങ്ങളുടെ നാമം, നിങ്ങളുടെ പേര് നാം ഉയർത്തിയിരിക്കുകയാണ്. എവിടെയും എപ്പോഴും. ഇപ്പോ 5-ാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് ബാങ്ക് മുഴങ്ങുമ്പോൾ 6-ാലും മൂടി ബാങ്ക് കഴിയുമ്പോൾ 6-ാലും മൂട് അടുത്ത ബാങ്ക് വിടാം. 6-ാലും മൂടത്തെ ബാങ്ക് കഴിയുമ്പോൾ 7-ാലും മൂട് ബാങ്ക് വിടാം. നമ്മൾ കരുതി 7-ാലും മൂട് മുമ്പിലുള്ള ഒരു സ്ഥലം, വെറുതെ പറയാ. അപ്പൊ എവിടെയെങ്കിലും കാണും ഒരു 7-ാലും മൂട് 8-ാലും മൂട്. അവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ബാങ്ക് വിളി നടന്നുകൊണ്ടിരിക്കും, നിൽക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പറയും ഈ സ്വലാത്തും ബുറുദയും മൗലിദൊക്കെ മൗലിയാമാരെ വയറ് വളർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. നിങ്ങളിതെല്ലാം അങ്ങ് നിർത്തി നോക്കിയേ, ഈ വയറ് വളരുമില്ല, നമ്മളൊന്ന് നോക്കട്ടെ. ഇതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന മൗലിയാക്കന്മാർ. കാരണം എന്താണെന്നറിയോ? ഉസ്താദന്മാർക്ക് അങ്ങനെ കൊടുത്തതിന്റെ കാരണം നിങ്ങൾക്കറിയോ? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയത്തോടെ മഖ്ദൂമിയിലൊന്നും നിങ്ങൾ പോയാൽ മതി. ചെറിയ ആറ്റിങ്ങൽ മഖ്ദൂമിയിലൊന്ന് പോയാൽ അറിയാം. കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുളിക്കാൻ വെള്ളം തികയുന്നില്ല, കുടിക്കാൻ വെള്ളം തികയുന്നില്ല, ഭക്ഷണം പോലും തികയുന്നില്ല. ആ രീതിയിൽ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിറങ്ങുമ്പോൾ അള്ള വിചാരിക്കും കുറെ നാള് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇനി അവർക്ക് ഇത്തിരി വയറ് വളർത്തി കൊടുക്കാം. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പണ്ഡിതന്മാരെ പട്ടിണിക്കിടാൻ വേണ്ടി നിങ്ങൾ ആരും മലയാളം പുസ്തകം അടിച്ചിറക്കി തളരണ്ട. അവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. പിന്നെ എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയായി പോകുന്നതാരാണ്? എത്രയോ മഖാമുകളിൽ, പള്ളിപ്പറമ്പുകളിൽ ഒരു സലാം പോലും പറയാനാളില്ലാതെ, ഒരു ഫാത്തിഹ പോലും ഓതാനാളില്ലാത്ത മക്കളായിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവർ യാമൽ ലബിസൂ ലിബാസനാ, നമ്മുടെ വസ്ത്രം ധരിച്ചു പോയ മക്കളെ
യാമൻ സക്കനോ ബുയൂതന, നമ്മുടെ വീടിന്റെ അകത്ത് താമസിച്ചു പോറ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെട്ടു പോറവരുടെ റൂഹുകൾ നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ മകൻ അവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നു. ഏത് ഖുർആൻ ക്ലാസ് ആണ്? തലമറക്കാറ് 10-17 വയസ്സാണ് പെൺകുട്ടികൾക്ക് ചൂരലും കൊണ്ട് കറങ്ങി നടന്നുകൊണ്ടുള്ള ഖുർആൻ ക്ലാസ് ആണ്. ഇത് കാണുമ്പോ മരിച്ചുപോറ വാപ്പാക്കൊരു വാസിയോറാനേരമില്ലാറോ, മരിച്ചുപോറ ഉമ്മാക്കൊരു പാപ്പിയോറാനേരമില്ലാറോ. ലോകത്ത് പിന്നെ എന്ത് നീനാണ് എന്റെ പ്രിയമുള്ള മുസ്ലിം നാമരാറുകളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? എത്രയോ കബറുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരാൾ പോലും സലാം പറയാനില്ലാതെ എത്രയോ കബറുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് മക്കൾക്ക് വാപ്പ മരിച്ചാലെന്താണ്, ഉമ്മ മരിച്ചാലെന്താണ്, യാതൊരുവിധ ശ്രദ്ധയില്ല. പിന്നെ ആകെ മരിക്കാൻ കിടക്കുമ്പോഴാണ് മക്കൾ വരിക. 4 ഭാഗത്തു നിന്നും വരും. റാക്കിന്ന് മോള് വരണു, കുവൈറ്റിൽ നിന്ന് മോൻ വരണു, എല്ലാരും വരണം. അനിയും വിളിച്ചു പറഞ്ഞു, കാക്ക മിക്കവാറും അസറിന് മുമ്പ് തന്നെ മിക്കവാറും ജോലി ഒങ്ങുന്ന തോന്നുന്നു. അപ്പൊ ഞാൻ 2 മണിക്ക് തന്നെ തടാം. ഓക്കെ. അങ്ങനെ എല്ലാരും വന്ന് പാപ്പ ഇങ്ങനെ സക്രാത്തിന്റെ ഹാലിലാണ്. കൈ പൊങ്ങണില്ല, കാല് പൊങ്ങണില്ല, നാക്ക് പൊങ്ങണില്ല. അപ്പൊ മക്കളടുത്ത് വാപ്പ. അപ്പൊ വാപ്പ ഇങ്ങനെ നോക്കിയത് ആരാ വന്നത്? ഒരു മുഖപരിചയം. മോളെവിടെ ആയിരുന്നു മക്കളെ? കുറെ നാളെ എനിക്ക് ബിസി അല്ലേ വാപ്പാ, മോൾക്ക് അവിടെ പോകണം, മോന് ഇവിടെ പോകണം, ഭയങ്കര ബിസി അല്ലേ. പിന്നെ ആണെങ്കിൽ ഇക്കാന്റെ ബിസി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വാപ്പ പറയും കുഴപ്പമില്ല, ഇനി ഡാഡിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. ഡാഡിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു ചെയ്തു തരാൻ നിങ്ങൾ ഒരുക്കുവാണ്. പിന്നെ ഇനിയിപ്പോ ഡാഡി ഇനിയിപ്പോ വയസ്സാം കാലത്ത് കളിക്കാൻ പോകാൻ പോകല്ലേ. മരിക്കാൻ കിടക്കണ വാപ്പാക്കിന് എന്താ വേണ്ടത്? മൂത്ത മോൻ വന്നിട്ട് ചോദിക്കുന്നു, വാപ്പ ഐസ്ക്രീം വേണോ, വാപ്പ ഷവർമ വേണോ, അപ്പൊ എങ്ങനെയെങ്കിലും അത് കുത്തിക്കറ്റ് കൊല്ലാനുള്ള പരിപാടിയാ. ചിരിയേരം കൂടെ കിടന്നു പോയനെ. ഇതൊക്കെ വേണോന്നും പറഞ്ഞ് ചോദിച്ചടുത്ത് കൊണ്ടിരുന്ന വാപ്പായ സോപ്പിട്ട് അവസാനം അനിയും പറയും, ഇന്നിനിപ്പോ നോക്കണ്ട, സന്ധ്യയായി, ഇസ്രായേൽ പഴയതുപോലെ ഇപ്പൊ രാത്രി ഒന്നും വരവില്ല, ഇപ്പൊ നാളെ ദുഹർണം കാണാൻ നോക്കിയാൽ നമ്മ പോടെ. ആർക്കാ ഇപ്പൊ വാപ്പ മരിച്ചെന്ന് പറഞ്ഞത്ര സങ്കടം? എന്റെ പ്രിയമുള്ളവരെ, ഞാനും ഇവിടെ വന്നപ്പോ 2 സുഹൃത്തുക്കളാണ് പറഞ്ഞത്, വാപ്പാക്ക് സുഖമില്ല, രോഗിയാണ്, ദ്വാരക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ദുആ ചെയ്യണം, എന്റെ ഉപ്പാന് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്ന 2 ഗുണക്കുട്ടന്മാരാണ്. മാതാപിതാക്കളെ പൊരുത്തത്തോടെ ജീവിക്കാൻ അല്ലാഹു സാധുക്കളായ നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു സ്ഥലത്ത് വാപ്പ മരിച്ചപ്പോൾ വാപ്പാടെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നിട്ട് മകൻ ഉസ്താദിന്റെ റൂമിലേക്ക് കയറി. അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞു, വലൈക്കും അസ്സലാം. എന്താ മോനെ? ഉസ്താദെ, സാധാരണ തൽക്കീനോതി എത്ര രൂപ കിട്ടും? ഉസ്താദ് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ പൈസക്കല്ലല്ലോ. ഇപ്പൊ വാപ്പാക്ക് വേണ്ടി ഒരു ഹദി എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ആ മരിച്ചുപോയവരുടെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലും 500 200 ഒക്കെ തരും, നമ്മൾ വാങ്ങും. അൽഹംദുലില്ലാഹ്. അതിപ്പോ ഏതായാലും പൊരുത്തോ, നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അല്ല, അങ്ങനെ തരാതിരിക്കാനല്ല, ഞാൻ ഉസ്താദിന് ഒരു 1000 രൂപ തരാം, പക്ഷേ തൽക്കീൻ ഓതാൻ പാടില്ല. ഓതാതിരുന്നാലാണ് കാശ്. ഇതിനേക്കാളും വലിയ കൊട്ടേഷൻ ഇനി വാപ്പാക്ക് മോൻ കൊടുക്കണോ? ഇതിനേക്കാളും വലിയൊരു സഹായം ഒരു മോന് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കിയോ. തൽക്കീൻ ഓതാതിരുന്നാൽ ഉസ്താദിന് കാശായിരം. പിന്നെയോ ഒരു മര്യാദയുമില്ല. കാക്കചത്ത് മലന്ന് കിടക്കുമ്പോ മണ്ണപാമ്പ് കുടിച്ചിടുന്ന പോലെ അപാട മയ്യത്ത് കൊണ്ടുപോകുന്നതിനോടൊരു മര്യാദയും മക്കളെ കാണിക്കാത്ത അവസ്ഥയാണ്. താവിന്റെ അടുത്ത് വന്ന് പറയും, ഉസ്താദേ, നിങ്ങളുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ, അതുകൊണ്ട് എന്റെ വാപ്പാടെ മയ്യത്ത് ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോ അടക്കണം. ഉസ്താദ് നിർബന്ധമായിട്ടും വേണം. വേറെ ആരും നമ്മളെ കുടുംബത്തിലൊന്നും ആരും വരക്കൊന്നുമില്ല. നിങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ 3-4 പേരുണ്ടെങ്കിൽ ഒരു ആകത്തല്ലേ വാപ്പ അടക്കുമ്പോ വാപ്പാക്കൊരു സന്തോഷം തോന്നുമല്ലോ. ഉസ്താദ് പറഞ്ഞടാ, ഞാൻ 4 മണിയാകുമ്പോ പോകും, എനിക്കൊരു അത്യാവശ്യമാണ് വീട്ടില്, 4 മണിയാകുമ്പോ ചെല്ലാന്ന് പറഞ്ഞിരിക്കാം. ഉസ്താദ് അടക്കം കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യും, 3:30 ആകുമ്പോ തന്നെ നമുക്ക് അടക്കാം. നിങ്ങൾ കവറൊക്കെ റെഡിയാക്കി 3 മണിയാകുമ്പോ സാധനം ഞാൻ സൈറ്റിൽ ഇറക്കി തരാം. മദ്രസ വാർക്കാൻ സിമന്റ് ഇറക്കണ കാര്യം പറഞ്ഞതല്ല. 4 മണിയാകുമ്പോ 3 മണിയാകുമ്പോ സാധനം സൈറ്റിൽ ഇറക്കി കൊടുക്കാന്ന് വാപ്പായ. മരിച്ചുപോയാലേ ഇപ്പൊ എന്റെയും നിങ്ങളുടെയും അടിത്തട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഭാവിയിൽ ഇത് തന്നെ പറയും. ഏതവസ്ഥയിലല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനീ ചിട്ടകളെ, അള്ളാഹുവിന്റെ ദീനീ ചൈതന്യങ്ങളെ നമ്മുടെ മക്കളിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കിത് തന്നെ സംഭവിക്കും. അതാണ് നബിതങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഞാനിന്നലെ ഓർമ്മപ്പെടുത്തിയ ഈ സജീവോ ഔലാദക്കും സലാസ ഖിസാൽ,
മൂന്ന് കാര്യം കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ മര്യാദ കുട്ടന്മാരാക്കുക. അതിലൊന്നാമത്തെ എന്താ? നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ആ മക്കളോട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സ്നേഹിച്ച പ്രവാചകനല്ലേ, അല്ലാഹു ഏറ്റവും അധികം സ്നേഹിച്ചത് നമ്മുടെ നബിയാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനകത്ത് അല്ലാഹു മുഹമ്മദ് എന്ന പേരെടുത്ത് വിളിച്ചു പറഞ്ഞിട്ടില്ല. യാ മുഹമ്മദ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും ഖുർആനിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള സകല പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ ആയത്ത് പരിശോധിച്ച ഇന്ന് നമുക്ക് കാണാമല്ലോ. സൂറത്ത് ഹൂദിന്റെ 18-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ നൂഹ് എന്ന് കാണാമല്ലോ. ഹൂദിന്റെ 76-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ സൂറത്ത് അഹ്റാഫിന്റെ 144-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ മൂസാ. സൂറത്ത് മാഇദയുടെ 110-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ഈസാ. സൂറത്ത് ഹൂദിന്റെ 53-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ഹൂദ്. അറാഫിന്റെ 77-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ സാലിഹ്. സൂറത്ത് സ്വാദിന്റെ 26-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ദാവൂദ്. ഇങ്ങനെ എത്ര പ്രവാചകന്മാരെ ഖുർആനിന്റെ ആയത്തിന്റെ കത്തളത്തിൽ അല്ലാഹു പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹബീബിനെ കുറിച്ച് അല്ലാഹു വിളിച്ചിരുന്ന യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൻ നബിയ്യോ, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ഏറ്റവും അധികം സ്നേഹമുള്ളവര് പേര് പറഞ്ഞ് വിളിക്കാൻ മനസ്സ് കാണിക്കോ? ആ പേര് പറയാൻ നമുക്ക് അനാദരവല്ലേ? ആ പേര് പറയുന്നത് നമ്മുടെ മനസ്സിന് വല്ലാത്ത സങ്കടമല്ലേ? അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. പിന്നെ ഖുർആനിനകത്ത് 3 സ്ഥലത്ത് മുഹമ്മദ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതെന്തിനെന്നറിയോ? അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശാലത്തിന്റെ സാക്ഷീകരണത്തിന് വേണ്ടിയാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന് പറഞ്ഞത്. ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞതിന് ശേഷമല്ല അല്ലാഹു അല്ലദീന എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? വമാ മുഹമ്മദ് ഇല്ലാ റസൂൽ എന്ന് പറയുന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു എന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മാകാന മുഹമ്മദൻ നബാ അഹദൻ എന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആനിന്റെ എത്ര ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞതിന് ശേഷമെല്ലാം അല്ലദീന ചേർത്തുകൊണ്ട് റസൂലെന്നോ നബിയെന്നോ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം മഹബ്ബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു കാണിച്ചു പോരെങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മനസ്സിന്റെ പറ്റൊളിച്ചിരിക്കുന്നു. സിനിമാ ലോകത്തെ നടി നടന്നോരെ വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതൃത്വത്തിന് വലിച്ചെറിഞ്ഞിട്ട് അവിടെ അള്ളാന്റെ ഹബീബിന് നിനക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റോ? അള്ളാന്റെ റസൂലിന് നിനക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റോ? അൽ മർഉ മഅമൻ അഹബ്ബ. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുമായിട്ടാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, അവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെ സ്വർഗത്തിൽ പരലോകത്തിലോ നിങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ തളർന്ന് അവസരായി അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യരും ജിന്നുകളും നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂ. ഒരക്ഷരം പോലും സംസാരിക്കാൻ കഴിയാറ്, അള്ളാന്റെ അനുമതിയില്ലാതെ ചലിക്കാൻ കഴിയാറ് മലപോലും മനുഷ്യരുമല്ല. അള്ളാന്റെ കോടതിയുടെ സത്യസഫായി നിൽക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ
തലകളിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ അഞ്ചാലും ഓടിയിരിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതത്തിൽ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാരെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്നതാരെയാണ്? സിനിമാ നടന്മാരെയാണോ? സീരിയൽ നടികളാണോ? അവരുടെ കൂടെ പരലോകത്ത് അല്ലാഹു നിന്നെ കൊണ്ടുവരുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതാരെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവിന്റെ കോടതിയിൽ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്ക് നിൽക്കാം. അതിനല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയാണല്ലോ ഹംസാ റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ അലി റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ ഖുബൈബ റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സകലരും സമർപ്പിച്ചു പോയത്. അതിനുവേണ്ടിയാണല്ലോ എന്തിനേറെ പരലോകത്തെ കാര്യം പോട്ടെ, നബിതങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർ ദുനിയാവിൽ തന്നെ നബിതങ്ങളുടെ കൂടെയല്ലോ. മദീനത്ത് ചെന്നാ കാണാ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നോക്കി സലാം പറഞ്ഞാൽ പിന്നെ അടുത്ത ആരോടാണ് സലാം പറയുന്നത്? രണ്ടാമത്തെ സലാം കോടിക്കണക്കാര വിശ്വാസികൾ ആരോടാ പറയുന്നത്? അസ്സലാമു അലൈക യാ അബാ ബക്കർ. ഇവരുടെ വേളയിൽ പൊന്നാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ആ വലിയ പർവ്വതം ഇങ്ങനെ കയറി പോകുമ്പോൾ, വലിയ മല ഇങ്ങനെ കയറി പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, നിങ്ങളെ ഞാൻ എന്റെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാം നബിയേ. അന്നൂർ ഇലാ വജ്ഹിക വൽ ജുലൂസ് മഅക വഇൻഫാഖു അലീ ലദൈക യാ റസൂലല്ലാഹ്. നബിയെ, അബൂബക്കറിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യമേതെന്നറിയോ? പെണ്ണുകൾ ഇഷ്ടപ്പെടുന്നവരെ, പെണ്ണുകൾ ഇഷ്ടപ്പെടുന്നവരെ, മൊബൈലിലൂടെ ബ്ലൂഫിലിമ കാണാൻ കൊതിക്കുന്നവരെ, കാമുകന്മാരോട് കാമുകന്മാരോട് സ്വറപറന്ന് രസം കൊള്ളുന്ന പ്രിയപ്പെട്ട ഇവത്തമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചാരത്തോ മദീനത്ത് കിടന്നിറങ്ങുന്നത് എന്തുകൊണ്ടെന്നറിയോ? നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യമാണ്. അതിലൊന്നേറാ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കലാണ്. എത്രയോ പേരുന്ന പൊന്നാര നബി തങ്ങളുടെ റൗളയിലേക്ക് നോക്കിയിട്ട് പോലെ കണ്ണുകളക്കാതെ മണിക്കൂറുകളാണ് നോക്കുമ്പോ അവിടുത്തെ ഭരണാധിപന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികൾ വന്ന് പിടിച്ചു മാറ്റുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോ ഞാൻ പോവാണ്, ഇവിടന്ന് പോകാൻ തോന്നുന്നില്ല നബിയോ, അങ്ങയുടെ മദീനത്തിനൊന്ന് പോകാൻ തോന്നുന്നില്ല നബിയോ. അല്ലാഹു അലങ്കരിച്ചിരിക്കുന്ന റൗള, മാലാഖമാർ നിറഞ്ഞിരിക്കുന്ന റൗള, റൗള ശരീഫിന്റെ മുമ്പിൽ നിന്നോ മാറി നിൽക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല നബിയോ എന്ന് പറയുന്ന പ്രവാചക പ്രേമ മദീനത്ത് കുത്തിയൊഴുകുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമോ, അല്ലാഹുവിന്റെ കോടതിയില് നബിതങ്ങളുടെ കൂടെ വരണമെങ്കിൽ ജീവിതത്തിൽ ആരെക്കാളും ഏറ്റവും പൊന്നാര നബിതങ്ങളെ ഇഷ്ടപ്പെടണോ? അതിന് അല്ലാഹു ഭാഗ്യം തരട്ടോ. 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നബിയെ. 1, അങ്ങയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കലാണ്. 2, വൽ ജുലൂസ് മഅക, അങ്ങയുടെ കൂടെ ഇരിക്കലാണ്. അങ്ങയുടെ കൂടെ ഇരിക്കലാണ്, എപ്പോഴും അങ്ങയുടെ കൂടെ ഇരിക്കലാണ്. 3, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു വഇൻഫാഖു അലീ ലദൈക. നബിയെ, നിങ്ങൾ പറയുന്ന ആവശ്യം
ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കല, നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലെന്നല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാളെ ഈ ദുനിയാവിൽ തന്നെ നബിതങ്ങളുടെ കൂടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കിടന്നിറങ്ങുന്നതെങ്കിൽ പരലോകത്ത് പിന്നെ പറയാനുണ്ടോ? പരലോകത്ത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നിന്റെ ഹൃദയം ഇളക്കി നിന്റെ കൈകൊണ്ടയിലേക്ക് വെക്കുക. എന്നിട്ട് ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ആളിന്റെ ചിത്രം അതിനകത്ത് കാണുമല്ലോ. ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ആളിന്റെ ചിത്രം അതിനകത്ത് കാണുക. ചിലപ്പോൾ അടുത്തു താമസിക്കുന്ന സഹോദരിയായിരിക്കാം, ചിലപ്പോ സിനിമാ നടന്മാരായിരിക്കാം, ചിലപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, ചിലപ്പോ സച്ചിൻ ടെണ്ടുൽക്കറോ ഗാംഗുലിയോ അല്ലെങ്കിൽ പിന്നെ മനീഷ കൊയ്യാളയോ ചാളയോ, അതല്ലെങ്കിൽ പിന്നെ സാനിയ മിർസയോ മർസയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. കല്യാണം കഴിയുന്നത് വരെ സ്നേഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിർസയോടുള്ള സ്നേഹം മിക്കവാറും കുറഞ്ഞാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, ഏതായാലും കാവ്യാമാധവന്റെ കഴിഞ്ഞു, ഇനി ഭാവന ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു. അവനാണ് ടെൻഷൻ മൊത്തം അവർക്ക്. അപ്പൊ ഇങ്ങനെ നൂറുകണക്കിന് ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന ചെറുതും വലുതുമായ രൂപങ്ങളുടെ ഫോട്ടോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം നമുക്കെടുത്ത് മാറ്റിയേ പറ്റൂ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതെല്ലാം എടുത്ത് മാറ്റിവെച്ചിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, കോടിക്കണക്കാറ് സ്വലാത്ത് ചൊല്ലിയിട്ട് നിബിധങ്ങളുടെ പേരായിരിക്കണം നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വിരിവെക്കേണ്ടത്. അതിന് നാളെ തൗഫീഖ് തരട്ടെ. അല്ലാഹു നിയമിച്ച പ്രവാചകന്റെ അടുത്ത ഉദാഹരണം കണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിനകത്ത് എത്ര സ്ഥലത്താണ് അല്ലാഹുവിന്റെ കൂടെ അവന്റെ ഹബീബിനെ ചേർത്ത് പറഞ്ഞത്? അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടുക, അവന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടുക. തീർന്നിട്ടില്ല. ഇങ്ങനെ എപ്രായത്തുവാണ് ആമിനൂ ബില്ലാഹി വറസൂലി. അവിടെയും അല്ലാഹുവിന്റെ കൂടെ റസൂലിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പോരാറോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞതാണ്. നബിയോ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നില്ലോ, ഹജ്ജിന് പോകുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നില്ലോ, നിസ്കരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നില്ലോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം വേണമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വേണമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി വേണമോ? നിങ്ങൾ എന്നെ പിൻപറ്റുവാന്ന് പറഞ്ഞു കൊടുക്കുന്നതിയോ? നിങ്ങളെ പിൻപറ്റിയവർക്കല്ലാതെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ, നിങ്ങളുടെ ശരീരത്തിലേക്ക് നടന്നു വരുന്നവർക്കല്ലാതെ എന്റെ സ്നേഹമില്ല നബിയോ എന്നെ പടച്ചുറപ്പ് വ്യക്തമാക്കി കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിലൂടെ അല്ലാഹുവിലെത്താൻ, അല്ലാഹുവിന്റെ റസൂലിലൂടെ പടച്ചുറപ്പിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇപ്പോ ഈ അടുത്തൊരു സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി പോകാൻ 25 ദിവസത്തെ യാത്രയ്ക്ക് പൈസ കൊടുക്കാൻ ഒരു ഹജ്ജ് ഗ്രൂപ്പിന്റെ അടുത്ത് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 7 ദിവസം മദീനയിലും ബാക്കിയുള്ള ദിവസം മക്കയിലുമാണ്. ഉടനെ ആ സഹോദരൻ പറയാൻ, മദീനയിൽ എന്തിനാ? ഉംറയ്ക്ക് പോകുന്നവർ മക്കയെ പോയിട്ട് വരും. എന്നെ നിങ്ങൾ മദീനെ കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ വരുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എത്ര കണ്ടാൽ കുതിരയിലും മദീനയുടെ ഭാഗത്ത് സൗണ്ട് കൂട്ടി ഒരു ഹാൻ പോലും വാഹനം ഉപയോഗിക്കുകയില്ല. കാരണം എന്തെന്നറിയോ? ലഭിതങ്ങളോടുള്ള ആദരവ്. മദീനയുടെ മിനാരത്തിന്റെ 1 ഇഞ്ച് മുകളിൽ പോലും ഒരു കെട്ടിടവും ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ലഭിതങ്ങളോടുള്ള ആദരവ്. ഹജ്ജിന് പോയ അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഖ്ലിസീങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും അധികം
അനുരാഗവും ഏറ്റവും അധികം കണ്ണീരും ഏറ്റവും അധികം ഉറക്കമുളച്ചിലും അവർക്ക് നേരിടേണ്ടി വരുന്നത് മദീനത്തായിരിക്കും ഉറപ്പാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ? 1.5-2 ലക്ഷം രൂപ മുടക്കി ഹജ്ജിന് പോയിട്ട് മക്കയിൽ പോയി മാത്രമല്ല കർമ്മങ്ങളും നിർവഹിച്ചിട്ട് വിരിച്ച് നാട്ടിൽ വന്നുകൊണ്ട് ഹാജിമാർക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ ആവേശത്തോടെ പറയുകയാണ്, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മദീനയിൽ പോയില്ല, അതുകൊണ്ട് മദീനയിൽ പോകാത്തത് കൊണ്ട് വലിയ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയും നമ്മുടെ മക്കളെയും അത്തരം വിവാഹങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. ഈ സരസിൽ വന്നവർക്ക് റൂഹ് പിരിയുന്നതിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന് മുന്നിൽ പോയി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നബിയേ, അഞ്ചാരനോടും ചുമടുതാങ്ങിയിൽ നിന്ന് കൊല്ലൂറുകളിൽ നിന്നും കേരളപുരത്തു നിന്നല്ലെങ്കിൽ ഇതിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരു പാവപ്പെട്ടവരാണ് നബിയേ. മീൻ കച്ചവടമാണ്, ടാപ്പിങ്ങാണ്, ലോഡിനാണ്, സാമ്പത്തികമൊന്നുമില്ല റസൂലേ. എങ്കിലും അങ്ങയുടെ പവിത്രമായ ഈ മണ്ണിരുന്ന് വരണമെന്നുള്ള കൊതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വന്നതാണെന്നൊരു സലാം അങ്ങോട്ട് പറഞ്ഞാൽ കോടി കവികൾ ചെന്ന് സലാം പറയുമ്പോ മടക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ നമ്മുടെ ഹബീബ് നമ്മുടെ സലാം മടക്കാൻ അവിടെ കാത്തിരിക്കുമ്പോൾ മക്കയിൽ പോയിട്ട് ദൈവങ്ങളോട് പിണക്കം നടിച്ചിട്ട് തിരിച്ചു വരുന്നവരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രവിതങ്ങളുടെ കൂടെ സുഖത്തിൽ കിടക്കണ്ടോ? ഇത്രമാത്രം രവിതങ്ങളെ പുറത്തു പോകാനാണ് രവിതങ്ങൾ നമ്മളോടൊന്ന് തെറ്റാ ചെയ്തത്. ഇത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പച്ചമലയാള ഭാഷയിൽ ഒരു കാഫിർ പോലും പറയാത്ത രീതിയിൽ രവിതങ്ങളെ കുറിച്ച് പറയാം. ഈ സമുദായത്തോട് അല്ലാഹുവിന്റെ ഹബീബ് എന്ത് തെറ്റാ ചെയ്തത്? സമയത്ത് അവസാനം വേദനയുടെ മൂർധന്യത ഉൾക്കുന്ന രവിതങ്ങൾ ഈ സമുദായത്തിന്റെ മുഴുവൻ ുന്ന വേദന എനിക്ക് തന്നത് അവരെ വേദനിപ്പിക്കല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ അതിന് പകരമൊരു സ്നേഹസന്മാനമായിട്ട് കൊടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ നൗസാറുവാക്കൾ 100 കൊല്ലം ജീവിച്ചതല്ലോ. ഒരു സമയം പോലും പാലാക്കാതെ നബിതങ്ങളുടെ മധു പറഞ്ഞാലും പാടുവാരും വീഴുമോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാതെ പറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ആര് വെറുക്കട്ടോ, ആര് വെറുക്കട്ടോ, ആര് കുറ്റം പറയട്ടോ, ആരാധിക്കട്ടോ, ആര് കളിയാക്കട്ടോ, എന്തൊക്കെ ആചാരങ്ങൾ കേൾക്കട്ടോ, നിന്റെ മനസ്സിന്റെ മണിയറയിൽ ലോകത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന നബിതങ്ങളെ പഠിപ്പിച്ചു വെച്ചുകൊണ്ടോ ആ നബിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ വേറൊന്നും നീ നോക്കണ്ട. അൽ മർഉ മഅ മൻ അഹബ്ബ. നബിതങ്ങളുടെ കൂടെ അൽഹംദുലില്ലാഹ് പരലോകത്ത് സമ്മേളിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പെരുമാറാകട്ടെ. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന് സ്നേഹമുണ്ടെങ്കിൽ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. എന്താണെന്നറിയോ? മനോഹരമായ സംഭവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു വെല്ലുവിളി നടത്തി. ഒരിക്കൽ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹുവിനോട് മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് പറഞ്ഞു. മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനാണ്. മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് പറഞ്ഞു, അല്ലയോ അബൂ മുസ്ലിം അൽ ഖൗലാൻ, തക്ഫുറു ബി മുഹമ്മദിൻ വ തുഅ്മിനു ബി. എന്നെ കൊണ്ട് വിശ്വസിക്കണം, എന്നിട്ട് മുഹമ്മദിനെ കൊണ്ട് അവിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്റെ ഹബീബിനെ കൊണ്ട് അവിശ്വസിക്കുന്നതിന്റെ ഒരു അളവ് പോലും എന്റെ മനസ്സിന്റെ കത്ത് മരിക്കുന്നത് വരെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിന്നിൽ ഞാൻ വിശ്വസിക്കുമെന്ന ധാരണ നിനക്ക് വന്നെന്ന് പറയുമ്പോ അബൂ മുസ്ലിം ഖൗലാനിയെ 2 കൈകാലുകളും കെട്ടിയിട്ടുകൊണ്ട് വലിച്ചടച്ചുകൊണ്ട് വന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് പറയുന്നതോ എന്നെ വലിയ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. ഈ കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്.
അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അതേപോലെ വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. തീയെല്ലാം കത്തിയണഞ്ഞപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു ആ കത്തിപ്പടർന്നുകൊണ്ടിരുന്ന തീക്കുണ്ടാരത്തിനകത്ത് യറാ വഹുവ ഖായിമുൻ യുസല്ലി, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന എന്റെ സുന്നത്തുമാർഗത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം കിട്ട എല്ലാം മറന്നുകൊണ്ട് പടപെടുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കത്തിപ്പടരുന്ന തീക്കുണ്ടാരത്തിനകത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് കിടന്ന് നെട്ടോട്ടമോട്ട് പൊട്ടിക്കരയുന്ന കാരണമെന്തെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയാ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയാ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, യാ നാറു കുനി ബർദൻ സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് തീക്കുണ്ടാരത്തിനകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്തുകൊണ്ട് തീക്കുണ്ടാരം സഹായിയായി മാറിയില്ലോ. ഇത് അല്ലാഹു കൊടുത്ത സഹായമല്ലേ? ഇതറിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോട് ഇട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, എന്റെ ഹബീബിനെയാണ് പടച്ചവനെ എല്ലാ പ്രവാചകന്മാരെക്കാളും നിനക്ക് ഏറ്റവും അധികം ഇഷ്ടമെങ്കിൽ എന്റെ ഹബീബിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലാഹുമ്മ ലാ തുൽഖിനി, അല്ലാഹുവേ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. ഉമർ റളിയല്ലാഹു അൻഹു ദുആ അല്ലാഹുവേ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച ആ ഒരു ജനനം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് നീ കൊടുക്കുന്നത് കാണുന്നത് വരെ അറിയുന്നത് വരെ എന്നെ മരിപ്പിക്കല്ല അല്ലാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംഭവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടാകുന്നത് വരെ എന്നെ മരിപ്പിക്കരുത്. മുഹമ്മദ് മൻ ഫഅല ബിഹി കമാ ഫഅല ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ദുആരെന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിഞ്ഞപ്പോൾ മദീനത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലങ്കാരം ഏർപ്പെടുത്തുകയാണ്. ആർക്ക്? ഈ കുണ്ടാരത്തിനകത്ത് പ്രവാചക പ്രേമം കൊണ്ട് രക്ഷപ്പെട്ടു പോരാ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് കൈയങ്ങോട്ട് പിടിച്ചു കാണിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വീകരണം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹംസാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അരികെ ചെന്നിട്ട് സലാം മാത്രം പറഞ്ഞിട്ട് മടങ്ങി വരുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? പ്രിയമുള്ളവരെ, ശുഹദാക്കളെ അതേ രക്തത്തോടെയാണ് ഖബറിന്റെ അകത്ത് കിടക്കുന്നത്. ഹംസാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സലാം മാത്രം പറഞ്ഞിട്ട് എന്തോ ഒരു പിണക്കമുള്ളതുപോലെ അസ്സലാമു അലൈക്കും യാ അഹ്ല ഉഹദ് എന്നാ പറയുന്നതും പേരെടുത്ത് ഹംസാ റളിയല്ലാഹു തആല അൻഹുവിനെ ഒന്ന് പേരെടുത്ത് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും അധികം അറിഞ്ഞു പോയത് ഹംസാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ കരള് ചവച്ചരച്ച് വലിച്ചെറിഞ്ഞ രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ ആ ഉഹദിന്റെ രണാകണത്തിൽ പോലും എന്റെ പ്രിയമുള്ളവരെ ഒരു സലാം പറഞ്ഞിട്ട് എന്തോ ഇവിടെ ഒരുപാട് നേരം നിന്ന് പോരാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവരെ പറ്റി അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാനേ പറ്റൂ, പക്ഷേ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും അങ്ങനെയുള്ള ഞാൻ ഉറപ്പ് പറയാണ്. കാരണം എന്താണെന്നറിയോ? ഷാഫി ഇമാം ആരാ ഒരു പറയണത്, പള്ളിയിലെ ഇമാമിനെ പോലെ ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ ആരാ?
നമ്മുടെ അഞ്ചാലമൂട് ജംഗ്ഷനിലെ തക്യാവിലുള്ള ഇമാമിനെ പോലെ ഒരു ഇമാം. അദ്ദേഹത്തിന്റെ പേര് റാഫി എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് ഷാഫി. ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ അങ്ങനെയായി, ഗസാലി ഇമാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായി. ഇങ്ങനെ എല്ലാ ഇമാമിങ്ങളെയും തന്റെ കൂടപ്പിറപ്പിനെ പോലെ, അടുത്ത പള്ളിയിലെ ഖത്തീബിനെ പോലെ കാണുന്നവരായി ജനങ്ങൾ മാറി. ആരാ ഇവരൊക്കെ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഷാഫി ഇമാമിന്റെ ചരിത്രം മാത്രം പ്രവാചക പ്രേമത്തിന് പറഞ്ഞാൽ ആ ചരിത്രത്തിന് മുന്നിൽ ഞാനും നിങ്ങളും തൊപ്പിയിട്ടു പോകും. പ്രിയമുള്ളവർ, കുഞ്ഞുനാളിൽ പോലും തന്റെ മനസ്സിൽ വന്ന ഹദീസിൽ സംഭവിച്ച സംശയം അല്ലാഹുവിന്റെ റസൂൽ ശബ്ദത്തിലൂടെ നിന്ന് മാറ്റിക്കൊടുത്ത മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഇമാമനാ ഷാഫി റഹിമഹുല്ലാഹ്. ഓർക്കണം, നമ്മൾ ചെറിയ പ്രായത്തിൽ താൻ പഠിച്ച ഹദീസിൽ വന്ന ഒരു സംശയം ബഹുമാനപ്പെട്ട ഇമാമനാ ഷാഫി റഹിമഹുല്ലാഹ് രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നുകൊണ്ട് മാറ്റിക്കൊടുത്തു പോരെങ്കിൽ അവരുള്ള പവർ നമുക്കുണ്ടോ? ആ ചരിത്രം പറയാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത നമ്മളെന്തോ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ നമ്മളൊന്ന് തട്ടിക്കളയുകയല്ലേ? അവരെയൊന്നും നമുക്ക് അംഗീകരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള നൂറുകണക്കാർ ഉസ്താദുമാരുടെ മഹാനുഭാവന്മാരുടെ വിരുദ്ധക്കേട് വാങ്ങിച്ചവർ അവരെല്ലാം പൊരുത്തപ്പെട്ട് വെറുക്കുന്നവർ അല്ലാഹു ഹിദായത്ത് വെറുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങൾ മോഹിക്കണ്ട. ഉസ്താദുമാരാണ്, ഇമാമിങ്ങളാണ്, ആരിഫീങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരെ ചവിട്ടത്തേച്ചവർക്ക് നമ്മൾ എത്ര ഇന്ന് പറഞ്ഞു കൊടുത്താലും അവർ മറുപടിയല്ലാതെ പഠിക്കുകയില്ല, പ്രചരിപ്പിക്കുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ആരൊക്കാണെന്നല്ലാതെ ഒരു ഫലവുമില്ല പ്രിയപ്പെട്ടവരോ. എങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. അവരല്ലാന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ടവരല്ലോ. നിങ്ങൾക്ക് നാളെ മാനസിക പ്രവാസമുണ്ടാവുകയില്ലോ. അതുകൊണ്ട് അവർ കൂടി വരട്ടോ, നമ്മുടെ സൽഭരണയുടെ വരികയോ. അല്ലാഹു അതുള്ള കരുത്ത് നമ്മുടെ നാവിന് വരട്ടോ, നമ്മുടെ കോണകൾക്ക് വരട്ടോ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വരട്ടോ. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കാൾ ഒരു സ്നേഹം നിനക്കുണ്ടെങ്കിൽ അല്ലാഹ് എന്റെ ഹബീബിനെയല്ല, ഹബീബിന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ കുണ്ടാരത്തിനകത്ത് വലിച്ചെറിഞ്ഞപ്പോ അവർക്കൊരു പോറതുപോലെ അവർ ഒറ്റപ്പെടുമ്പോ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു തആല അങ്ങനെ വെച്ചുകൊണ്ട ചരിത്രം അറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് റൗളയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നുവെന്നാണ്. ഓർക്കണമെന്റെ പ്രിയപ്പെട്ടവരോ, അവർക്കൊക്കെ എന്നും സ്ഥാനം, എല്ലാവരെക്കാളും സ്ഥാനം അവർ കൊടുത്തത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സ്നേഹിച്ച പ്രവാചകൻ, പിന്നെയോ മലക്കുകൾ സ്നേഹിച്ചില്ലേ നമ്മുടെ ഹബീബിനെ? നമ്മൾ എന്തിന് മാറി നിൽക്കണം? മാലാഖമാർ സ്നേഹിച്ചില്ലേ നമ്മുടെ ഹബീബിനെ? എപ്പോഴും ഇറങ്ങി വരുന്നതാരാണ്? എപ്പോഴും കാണാൻ വരുന്നതാരാണ്? ജബൽ ഹിറ വരുമ്പോ എപ്പോഴും വരുന്ന കാണാൻ, എപ്പോഴും അടുത്ത് വന്നിരിക്കുന്നു. ബാക്കിയുള്ള മാലാഖമാർക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി സുബ്ഹാനല്ലാഹ് മിഅ്റാജിന്റെ രാത്രിയിലതാ അല്ലാഹുവിന്റെ റസൂലിനെ മുസാഫഹത്ത് ചെയ്യോ. അല്ലാഹുവിന്റെ മാലാഖമാരെ കാത്തിരുന്നുവെന്നാണ് ഇത് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട പ്രേമഭാജനങ്ങളോടാണ്, അല്ലാതെ അതിനെ എതിർക്കുന്നവരോടല്ല. അവർക്കൊരു വിശ്വസിക്കാൻ കഴിയില്ല. എന്തിനോട് അല്ലാഹുവിന്റെ ഹബീബിനെ മാലാഖമാരെ സ്നേഹിച്ചതിന്റെ ഒപ്പമല്ല പൊരുവെന്നറിയോ? ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലുക. എന്തായാലും നോടിന്റെ പ്രവാചക പ്രേമത്തിന്റെ ഈ യോഗ്യയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലുക. ആ സമയത്ത് തന്നെ മലക്കുള്ള സ്വലാത്ത് കൊണ്ടുപോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിൽ എത്തിച്ചു കൊടുക്കുകയാ. മാത്രമല്ല ഏറ്റവും നല്ല മാലാഖമാരുടെ സ്നേഹത്തിന്റെ പടിവല്ലോ. അവസാന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് രോഗിയായി കിടക്കുമ്പോ മദീന മുഴുവനും പൊട്ടിക്കറഞ്ഞു പോരാ, മദീന മുഴുവനും
പത്രവേദിയിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പോലും കഴിയാറോ എന്റെ പ്രിയമുള്ളവരോടല്ലാതെ മനസ്സ് ഉറഞ്ഞു പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം നമുക്ക് വരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിരാശയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തിരിക്കുമ്പോ ദിവസം കണ്ട സുന്നത്തിന്റെ വ്യാഖ്യാനം റസൂലുള്ളാഹിയുടെ വഫാത്താണെന്നറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല മാനസികമായി ഒരുപാട് ഉരുകിയൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായീലു ഖാല ലി അഹ്മദീ വല്ലാഹു യുക്രിമുക സലാമുൽ ഔഫറാ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വീടിന്റെ ചെറ്റക്കൂടയുടെ മുമ്പിൽ വന്നു. സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ. വാതിൽ തുറക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആരാണെങ്കിലും കിടക്കാൻ പറ്റില്ല, അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ തളർന്നു കിടപ്പാണ്, അതുകൊണ്ട് ആരാണെങ്കിലും തിരിച്ചു വെച്ചോന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ യാ ഫാത്തിമ ഇത്തഹിൽ ബാബാ, വാതിൽ തുറക്ക് ഫാത്തിമ, അത് പോകാമെന്ന ആളല്ല, എന്നെ കണ്ടിട്ടോ എന്റെ റൂഹ് കൊണ്ടുപോകാമെന്ന ആളാണെന്ന് പറയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, രണ്ടേറെ കാര്യമാണ് എന്റെ ആവശ്യം നബിയോ. ലോകത്ത് എത്ര പേരുടെ റൂഹ് പിടിച്ച അസ്റായീലാണെന്നറിയോ? എത്ര പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച അസ്റായീലാണെന്നറിയോ? ലോകത്ത് എത്രയോ 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 സമ്പന്നരുടെയും കോടിപതികളുടെയും അധികാരത്തിന്റെ സ്വഭാവത്തോടെ അഹംഭാവത്തോടെ വിചാരിച്ചവരുടെയോ ആ റൂഹ് പിടിച്ച അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന നബിയേ, അവിടുന്ന് അനുവാദം തന്നാൽ റൂഹ് പിടിക്കാൻ അനുവാദം തന്നില്ലെങ്കിലോ അങ്ങയെ കണ്ടു തിരിച്ചു പോകാം. നിശ്ചലമായ മദീനയല്ലേ, നിശ്ചലമായ മദീനയല്ലേ, ആയിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലോ, ഒന്ന് ചോറാവും യദീശന്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീവിയുടെ കൽബിൽ പൊന്നിൻ പ്രഭയാം നൂറണക്കാൻ, ഫാത്തിമ ബീവിയുടെ കൽബിൽ പൊന്നിൻ പ്രഭയാം നൂറണക്കാൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ തളർന്നു പോകും അസ്റായീൽ അലൈഹിസ്സലാം. ഇങ്ങനെ മാലാഖമാര് സ്നേഹിച്ചില്ലോ, പ്രവാചകന്മാരെ സ്നേഹിച്ചില്ലോ, മറ്റു പ്രവാചകന്മാരെ സ്നേഹിച്ചില്ലോ. അവരിൽ പ്രധാനയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം മാത്രം പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരോ, സലാത്തിന്റെ പോമാരിലേക്ക് മടങ്ങി വരാം. മൂസ പ്രവാചകന്മാരിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹിച്ച ഒരു സംഭവമാണ്. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്തപ്പോ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്ക് തൗറാത്ത് വേണ്ട. തൗറാത്ത് കൊടുത്തപ്പോ മൂസാ നബി പറഞ്ഞു, എനിക്ക് വേണ്ട. അങ്ങനെ ഒരു സംഭവം അള്ളാഹു തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് തൗറാത്ത് വേണ്ട. അള്ളാഹു പറഞ്ഞു, അതെന്താ മൂസ, പിന്നെ നിനക്ക് എന്താ ആവശ്യമുള്ളത്? മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, നമുക്ക് ഈ തൗറാത്തൊക്കെ തരും. പിന്നീട് അവസാനം ഒരു പ്രവാചകൻ വരാനുണ്ടല്ലോ, മുഹമ്മദിന്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഖുർആനിൽ അല്ലാഹുവേ, എനിക്കൊരു സൂറത്ത് തന്നാൽ മതി റബ്ബേ, എനിക്ക് ഇവന്റെ തൗറാത്ത് വന്നാ. അല്ലാഹുവിന്റെ ഹബീബെന്ന് നീ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ ഒരു ചെറിയ സൂറത്ത് എനിക്ക് മതി എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്മാർ പോലും ഇഷ്ടപ്പെട്ടു. പിന്നെയോ
പ്രവാചകന്മാര് മാത്രമാണോ? പ്രപഞ്ചം ഒന്നടങ്കം ഇഷ്ടപ്പെട്ടില്ലേ? പ്രപഞ്ചം ഒന്നടങ്കം അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈന്തപ്പനയുടെ മടലിൽ കിടന്ന പാട് മുതുകത്ത് വെലുങ്ങൾ വന്നപ്പോൾ പർവ്വതങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ സ്വർണത്തിന്റെ പർവ്വതങ്ങളായി, സ്വർണത്തിന്റെ മാമലകളായി അള്ളാന്റെ ഹബീബ് അങ്ങേക്ക് വേണ്ടി മാറിപ്പറട്ടോ എന്ന് ചോദിച്ചത് പ്രപഞ്ചമാ, എന്ന് ചോദിച്ചത് പ്രപഞ്ചമാ. അതുകൊണ്ട് പ്രപഞ്ചം സ്നേഹിച്ച, പ്രവാചകന്മാരെ സ്നേഹിച്ച, എന്തിനേറെ ജാതി മതബോധമല്ലോ, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടവരല്ലോ മുഴുവൻ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് ഏത് രീതിയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മറുപടി പറയുന്ന നിങ്ങളോട് നിനക്ക് പറയാനുള്ളത്, ആ പ്രേമം യാഥാർത്ഥ്യമാകണമെങ്കിലോ നിങ്ങൾ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, അതിനെക്കാളുമേറെ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ തന്നെയാ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. അതിന് ഏറ്റവും ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സ്വലാത്ത്. ഇനി പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ആയിരക്കണക്കാര ഹദീസുകൾ ചർച്ച ചെയ്തിട്ട് ഈ ലോകത്തിന് സമ്മാനിക്കുന്നു, ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിക്കഴിയുന്നവർക്ക് 10 ഗുണഗണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിന്റെ ഔദാര്യമായിട്ട് പടച്ചറബ് കൊടുക്കുന്നു. ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു വ ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم بند മലക്കുകളും അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് അല്ലോ സത്യവിശ്വാസികളോ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ ഹബീബിന് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഒന്നാമത് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വലാത്ത് ചൊല്ലാൻ എത്ര നേരം വേണം പ്രിയമുള്ളവരെ? എത്രയോ സമയം വെറുതെ നമ്മൾ വീട്ടിൽ പാഴാക്കി കളയുന്നു, എത്രയോ സമയം നമ്മൾ ആവശ്യമില്ലാതെ വീട്ടിന്റെ അകത്ത് ചിലവഴിച്ചു കളയുന്നു. ചെറുപ്പക്കാർക്കൊക്കെ, ഒരുപാട് യുവാക്കൾക്കൊക്കെ സമയം അധികമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പുണ്യം വലുതായതുകൊണ്ട് പിശാച് അതിന് നമുക്ക് അനുമതി തരില്ല. പിശാച് അനുമതി തരില്ല. കാരണം എന്താ? ഇബ്ലീസ് ആകെ കരഞ്ഞു പോയത് 3 സമയത്താണ്. 3 സമയത്താണ് ശപിക്കപ്പെട്ടവനാണ് പിശാച് കരഞ്ഞു പോയത്. എപ്പോഴൊക്കെ എന്നറിയോ? ഒന്ന് അള്ളാന്റെ റസൂൽ പിറന്നു വീണപ്പോൾ, ഒന്ന് അള്ളാന്റെ ഹബീബ് പിറന്നു വീണപ്പോൾ ഇബ്ലീസ് വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എന്താണ്? ഞാൻ എന്റെ വലയിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരെ, പെണ്ണ് പിടിക്കാനും കണ്ടുപിടിക്കാനും വേണ്ടി ഒരുക്കിയിരിക്കുന്നവരെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്തിലാക്കും എന്ന് ഇബ്ലീസിന് അറിയാം. അതുകൊണ്ട് ഇബ്ലീസ് ആദ്യമേ കരഞ്ഞത് നബി തങ്ങളുടെ ജന്മദിനത്തിൻ്റെന്നാണ്. ഇന്ന് ഇബ്ലീസും കരയും. ഇബ്ലീസിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ലഘുലേഖ അടിച്ചിറക്കിയിട്ട് അവരും കരയും. കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ടോന്നറിയില്ല, ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത് കരഞ്ഞത് ഇബ്ലീസിന് ഗതിമുട്ടി ഒന്നാമത് കരഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണ്. ഇന്നും കരയുന്നുണ്ട്. കരയിപ്പിക്കൽ നമ്മുടെ ജോലി, ചിരിപ്പിക്കലല്ല നമ്മുടെ ജോലി. ഇബ്ലീസിനെ ചിരിപ്പിക്കലല്ല നമ്മുടെ ജോലി. ഇന്ന് പലരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിനെ നമ്മൾ കരയിപ്പിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റബീഉൽ അവ്വലിന്റെ രാവും പകലും ഇബ്ലീസിനെ കരയിപ്പിക്കലാണ് നമ്മുടെ ജോലി. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. രണ്ടാമത് ഇബ്ലീസ് കരഞ്ഞതെപ്പോഴെന്നറിയോ? സൂറത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ്. ഖുർആൻ ഇറങ്ങിയപ്പോഴും ഇബ്ലീസ്
കരഞ്ഞുപോയി. കാരണം എന്താണ്? കാരണം ഈ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുമല്ലോ ശരീരാരം. ഈ ഖുർആൻ വസ്തുനിഷ്ഠമായിട്ട് അർത്ഥം വെച്ച് നല്ലതുപോലെ പഠിക്കാൻ കഴിവുള്ള പണ്ഡിത മഹത്തുക്കൾക്ക് എന്നും ആ ഖുർആൻ രക്ഷ തന്നെയാണ്. അതുകൊണ്ട് ഇബ്ലീസ് കരഞ്ഞുപോയി. മൂന്നാമത് കരഞ്ഞെടുപ്പെടുമെന്നറിയോ? സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ നിന്നും സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞുപോയി. കാരണം ഫാത്തിഹ കൊണ്ട് ഈ സമുദായം രക്ഷപ്പെടുമെന്നറിയാം. അതുകൊണ്ട് ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ ഓടി വരും 3-ാം പാത്തിയ 40-ാം പാത്തിയ അതൊക്കെ മുടക്കാൻ വേണ്ടി. കാരണം ഫാത്തിഹ ഇഷ്ടമല്ല. ഫാത്തിഹ ഇബ്ലീസിന് ഇഷ്ടമല്ല. കാരണം എന്താ? ഇന്നുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയെ സ്നേഹിച്ച 7 ആയത്തുകളാണ് ഫാത്തിഹ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം സമുദായം രക്ഷപ്പെടും. അതുകൊണ്ട് പിശാച് കരഞ്ഞു. പിശാചിന്റെ അനുയായികളും ഇന്ന് നമ്മൾ ഫാത്തിഹ ഓരുന്നത് കൊണ്ട് കരയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പുത്തനാശയക്കാർ നടത്തുന്ന ഏതെങ്കിലും വേദികളിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്തൊരു പരിപാടി തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഓതൂല. കാരണം എന്താ? നേതാവ് വേറെയാണ്. നേതാവ് ഞാനിപ്പോ പറഞ്ഞാളാ, മൂപ്പര് ഫാത്തിഹ സമ്മതിക്കൂല, ഫാത്തിഹയോട് വെറുപ്പാണ്. ഏതായാലും ഫാത്തിഹ ഇറങ്ങിയപ്പെടും കരഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഏതൊരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിച്ചാലും ഫാത്തിഹ ഒരു വീട്ടിൽ നിന്ന് ദ്വാരക്കണം. പരീക്ഷയ്ക്ക് പോകുന്ന സഹോദരന്മാരെ, പരീക്ഷയ്ക്ക് പോകുന്ന സഹോദരങ്ങളെ, ജോലിക്ക് പോകുന്നവരെ, ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നവരെ, വീട്ടിലൊരു ഫാത്തിഹ ഒരു ദ്വാരം വിട്ട് പോരാൽ ആ യാത്രയിൽ ഇബ്ലീസ് ഉണ്ടാവുകയില്ല. അള്ളാന്റെ സഹായം നിനക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇബ്ലീസ് അനുവദിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എത്ര ദിവസമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വെട്ടിക്കരഞ്ഞിരുന്നറിയോ? അവരുടെ ഓർമ്മകൾ പോലും അവരുടെ ശ്വാസം പോലും എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്തിന്റെ മഹത്വമുള്ളവരായിരുന്നു. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർത്തിരുന്ന് കരഞ്ഞിരുന്നെന്നറിയോ? സഹാബത്ത് ചോദിക്കുന്നു, ഉമറേ അവിടെ എന്തിനാണ് കരയുന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചാലും കരഞ്ഞാലും ആദ്യം ചിന്തിക്കുന്നത് ഏത് സംഭവം എന്നറിയോ? ഈന്തപ്പനയുടെ തടി കൊണ്ട് നിർമ്മിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറില്ലേ, ആ മിമ്പർ അല്ലാഹുവിന്റെ ഹബീബിന് പുതിയ ഒരു മിമ്പർ കിട്ടിയപ്പോ ആ മിമ്പർ മനുഷ്യൻ കരയുന്ന പോലെ അവിടെ ഇരുന്ന് കരഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാം. അതുകൊണ്ട് ഖലീഫ പറയുക, അല്ലാഹു പരിക്കഷണം പോലും ഒരു മരക്കഷണം പോലും എന്റെ ഹബീബിന്റെ സ്നേഹത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു പോലെങ്കിൽ ഈ കയ്യിൽ വാളും പിടിച്ചുകൊണ്ടല്ലോ ഐന മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഓടി വന്നത് ഒട്ടകത്തിന് പകരമായി എന്റെ മാണിക്കക്കല്ലിന്റെ തല വെട്ടിയെടുക്കാം. ഈ കയ്യിൽ വാളും വെച്ചുകൊണ്ടല്ലോ വാളും പിടിച്ചുകൊണ്ടല്ലോ ഞാൻ വന്നത് എന്നോർത്തുകൊണ്ടാ പലപ്പെടുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുറവിൽ കിട്ടിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വലാത്ത് ചൊല്ലി ആ മഹബ്ബത്ത് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കരയണം. എനിക്ക് പരിചയമുള്ള ഒരു ഉസ്താദ്, എന്റെ പ്രിയമുള്ളവരെ, 10 പ്രാവശ്യം ആ ഉസ്താദിന്റെ മുഖത്ത് നോക്കി മദീന എന്നിങ്ങനെ പറഞ്ഞാൽ മതി. 11ാമത് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയോട് ഏറ്റവും അധികം മഹബ്ബത്ത് കാണിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് യഥാർത്ഥ മുഹബ്ബീങ്ങൾക്കല്ലാതെ മദീനയിൽ അല്ലാഹു അവരെ എത്തിക്കൂല. കാരണം മദീന മുഴുവനും ശാന്തമാണ്. മദീനത്തിൽ ചിരിയും കളിയും തമാശയുമില്ല. അവിടെ കിടക്കുന്നതാരാണ്? മദീന മുഴുവനും കണ്ണീരാണ്. മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നാൽ കാണാം മസ്ജിദുൻ നബവിയിൽ ചാരിയിരുന്ന് കരയുന്നു. മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചുകൊണ്ട് കരയുന്നു. എന്തിനേറെ ഇന്നും ഇപ്പോഴും ആ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ അത് കേൾക്കുന്നവരുടെ മനസ്സ് വല്ലാതെ ഒരുങ്ങിപ്പോവുകയില്ലേ?
കാരണം അവിടെ കിടക്കുന്ന ഹബീബിനെയല്ലേ വിളിച്ചു പറയുന്നത്. അല്ലാഹു ആ പ്രപഞ്ചത്തിലൊന്ന് ചെല്ലാൻ മണിക്കൂറുകളോളം ദിവസങ്ങളോളം രാവും പകരുമാറി മറ്റതിന്റെ വഴിയിൽ ചിലവഴിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്തെന്നാലുമോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോ സഹോദരിമാരോ, സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നവർക്ക്, സ്വലാത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സമ്മാനം എന്തെന്നറിയോ? ഒരു മലായികത്തുയദൂ, മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഒന്നാമത്തേതാണ് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ. സ്വലാത്ത് ചൊല്ലുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി അൽഹംദുലില്ലാഹ് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അതുപോലെ നമുക്ക് ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ്. രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, കരകയറാൻ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാനും പറ്റില്ല. ഒരുപാട് ചെറുതും വലുതുമായ രോഗങ്ങൾ മനുഷ്യരെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ കണ്ടവരുടെ മരണം ഇന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് കണ്ടവർ നാളെ രാവിലെ 9 മണിക്ക് അടക്കമാണെന്ന് കൂട്ടുകാരെ വിളിച്ചു പറയുമ്പോൾ തളർന്നുപോയ മനസ്സും കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാറ് ഓടി പറക്കുണ്ടാകുന്ന മുസ്ലിമോ, അതേ സമയം വളരെ കുറവാണ്, ആയുസ് വളരെ കുറവാണ്. അതിന് രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ധാരാളമായി ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ദുആ ചെയ്യുന്നവരാക്കി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. ഓരോ രോഗാമതും കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ചുരുങ്ങിയ ആയുസ് കൊണ്ട് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗം സ്വലാത്ത് തന്നെയാണ്. അല്ലാഹു ചൊല്ലുന്ന മലക്കുകൾ ചൊല്ലുന്ന പ്രപഞ്ചം മുഴുവനും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് സമയം കണ്ടെത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ ചൊല്ലണം. എത്രയോ സഹോദരിമാരെന്നറിയോ +1 +2 പഠിക്കുന്ന പെൺകുട്ടികളോ ഇന്ന് ക്യാമ്പസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? മൊബൈലും കൊണ്ടാണ്. മൊബൈലും കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ വാഹനത്തിലിരുന്നു കൊണ്ട്, ബസ്സിലിരുന്നു കൊണ്ട് മൊബൈലിന്റെ അകത്തേക്ക് ഹെഡ്സെറ്റ് അങ്ങോട്ട് കിടത്തി ചെവിയിലേക്ക് വെച്ചിട്ട് ഒരുപാട് മനോഹരമായ സംഗീതം ആസ്വദിച്ചുകൊണ്ട് വാഹനത്തിൽ ചാടിയിരുന്നു കൊണ്ട് വരുന്ന പെണ്ണ്, നിന്നെ ജീവനോടെ കുഴിച്ചുപോയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മാന്ന് വിളിക്കാൻ പോലും എന്തിനോ എന്നെ പൊട്ടിക്കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലല്ലോ മോളോ നിന്നെ മഹത്വത്തെക്കുറിച്ച് ലോകത്തുടനീളം പാടി നടന്നതോ എന്നെ അല്ലാഹുവിന്റെ ഹബീബാണ്, മറക്കരുത്. ലോകത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുന്ന സമയത്ത് ഹബീബ് പറഞ്ഞതെന്താ? നിങ്ങൾ സ്ത്രീകളുടെ മുഖത്തടിക്കല്ലേ. ചിന്തിക്കണം സഹോദരന്മാരെ. ആ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് രീതിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് കാണുന്നത്? എത്ര സമയമുണ്ട് നമുക്ക് പാഴാക്കി കളയുന്ന? എത്ര സമയമുണ്ട്? ആ സമയങ്ങളെല്ലാം റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകളെല്ലാം ചിലവാക്കാമായിരുന്നല്ലോ. കേരളം വല്ലാതെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടുപോയ പട്ടുറുമാൽ എന്ന് പറയുന്ന ഒരു പരിപാടി കോഴിക്കോട് ജില്ല ഒരുപാട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഒരുപാട് ദീനീ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തിട്ടുള്ള, വളർന്നിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ജില്ലയാണ് കോഴിക്കോടും മലപ്പുറവും. ഇന്ന് അവിടുത്തെ യുവാക്കളുടെ ജോലി എന്താ? വലിയ വലിയ ഗ്രൗണ്ടിൽ പട്ടുറുമാലിന്റെ ഓരോ പരിപാടി നടക്കുമ്പോൾ 14, 16, 17, 18 വയസ്സായ പെൺകുട്ടികൾ, തരുണീമണികൾ ശരീരം കുലുക്കുവിട്ട് മാപ്പിളപ്പാട്ടിന്റെ ഇശല് കയ്യിലിരിക്കുന്ന മൈക്കുമിങ്ങോട്ട് കറക്കിയെറിഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നൃത്തം ചെയ്യുമ്പോൾ ആവേശം കൊണ്ട് കുറെ നട്ടല്ലില്ലാത്ത ആണത്തം കെട്ട വിവരം കെട്ട കുറെ ചെറുപ്പക്കാർ അത് കണ്ടിട്ട് കൂടെ ഡാൻസ് ചെയ്യുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓനെ പെണ്ണെന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവമാണോ? നീ എന്ത് കരുതിപ്പോയി? പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ വികാരങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാഹു പറഞ്ഞ ഒരു മിഷനാണെന്ന് നീ കരുതണ്ട. അതൊക്കെയും തീർന്നില്ലേ?
1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പെണ്ണിനെ വെറുത്തു പോകുന്നവരാണ് ഇന്ന് വികാരത്തിന് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാര്. അതുകൊണ്ട് സഹോദരിമാരെ, പക്ഷി പുരട്ടിയിട്ട് ലിപ്റ്റിക്ക് പുരട്ടിയിട്ട് കാമുകന്മാരെ വശീകരിക്കാമെന്ന് മോഹിക്കുന്ന നീയുണ്ടല്ലോ, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രിയമുള്ളവരോ പശുവിടുന്ന ചാണകത്തിന്റെ ഗുണം പോലും ഇല്ലാന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന കാമവറിയന്മാരുടെ പിന്നാലെ നടക്കാൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജ നടത്താൻ ഒരു 2000 രൂപ കൊടുക്കണം. ഇതിങ്ങനെ നമ്മുടെ സഹോദരിമാര് ഗൾഫിൽ കഴിക്കായി വിളിച്ചു പറയും. അങ്ങനെയൊക്കെ പറയും, ആ ഇപ്പൊ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് ജോലി. ഞാൻ പറഞ്ഞില്ലേ സാമ്യാണ് ഉഷാറാ. ഇതോടുകൂടി ഇത് ഞാൻ പറയുന്നത് അഞ്ചാലമ്മൂടിന്റെ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളെ പരിഹരിച്ചുകൊണ്ടല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് പോകാം, ഒരു സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മകരവിളക്കും നിങ്ങളുടെ ശ്രീ അയ്യപ്പനും അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. ഞാനും ഒരുപാട് സദസ്സുകളിൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മുമ്പ് വന്നിരുന്നാൽ അതൊക്കെ പാടിക്കൊടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് എതിർപ്പും വെറുപ്പൊന്നുമില്ല. നമ്മൾ 2 മതം എന്ന് മാത്രമേ ഉള്ളൂ, 2 ആദർശം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ ശബരിമല പോകുമ്പോൾ കല്ല് പറക്കി എറിയാനും നിങ്ങൾ പൊങ്കാല ഇടുമ്പോൾ ആ പൊങ്കാല പാത്രത്തില് പിന്നെ മോശങ്ങൾ വാരി എറിയാനും നമ്മളാ പഠിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യിപ്പിക്കുകയില്ല, അങ്ങനെ ഉപദേശം കൊടുക്കുകയില്ല. അതൊന്നുമല്ലല്ലോ ഇസ്ലാമിന്റെ വളർച്ച. ഇസ്ലാം വളരാൻ നിങ്ങളെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. ഇസ്ലാം ഇന്ന് വരെ വളർന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭർത്താവ് ഗൾഫിയെന്നങ്ങനെ വിളിച്ചു പറയുമ്പോൾ സഹോദരി എന്താ പറയേണ്ടതെന്നറിയോ? ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ദിവസം ലീവ് എടുത്ത് റൂമിൽ അങ്ങോട്ട് കിടന്ന് സ്വലാത്ത് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് എത്ര ചൊല്ലിന്ന് വിളിച്ചു പറയാൻ ഇഖ്ലാസോടുകൂടി കൂടെ ചൊല്ലി എല്ലാ ഇടങ്ങേറും മാറുമെന്ന് മാത്രമല്ല അവന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത് കിട്ടുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ ആ സ്വലാത്ത് കൊല്ലുന്നവർക്ക് മൂന്നാമത് കിട്ടുന്ന പദവി എന്താണ്? അല്ലാഹുവിന്റെ തൃപ്തിയും ഹൃദയം കിട്ടുന്നതാണ്. ആർക്കാണത് കിട്ടുന്നത്? ഒരുപാട് കഷ്ടപ്പെടണമല്ലോ, ഒരുപാട് ത്യാഗം ചെയ്യണമല്ലോ, ഒരുപാട് പ്രയാസം സഹിച്ചെങ്കിലോ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുകയുള്ളൂ. ആ പൊരുത്തം കിട്ടാൻ, ആ റഹ്മത്ത് കിട്ടാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് തളരുന്നത് വരെ നിന്നെ ഒരു പ്രാർത്ഥന വിളിച്ചു തരുന്ന കഴിവാറുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. അത് വല്ലാത്ത പുണ്യം തന്നെ, അത് വല്ലാത്ത സോപ്പത തന്നെ. എന്തിനേറോ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റും കുടിക്കാൻ കൊണ്ടുവന്ന കാപ്പി അതാരാണോ അതിന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവർക്ക് പോലും അല്ലാഹു അവന്റെ പുത്തൻ കൊടുക്കുന്നതാണ്. പാരിപ്പള്ളി കളീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കൽ വാവിന് പോയപ്പോൾ ഒരു സഹോദരി റൗള കാണണം, ഹജ്ജിന് പോകണമെന്ന നിയ്യത്തോടുകൂടി അവിടെ നബിദിന കലാപരിപാടി നടന്നപ്പോൾ 100 പേർക്ക് അൽഹംദുലില്ലാഹ് ഭക്ഷണ വിതരണം നടത്തി. അള്ളാഹുവിന്റെ കഅബാലയം കാണണം, മുത്തുനബിയുടെ റൗള കാണണം. ആ നിയ്യത്തായിരുന്നു. കടവും കടക്കിണിയൊക്കെ ഒരുപാടുള്ള സഹോദരിയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഒരുക്കി കൊടുത്തില്ലേ? കാരണം എന്താണ്? പട്ടിണി കിടന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുത്ത അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്കും വ്യക്തമായിരുന്നെന്നറിയോ? അതുകൊണ്ട് തന്നെ വഫാത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, നിങ്ങൾ അൻസാരികളെ വേദനിപ്പിക്കല്ലേ, നിങ്ങൾ അൻസാരികളെ പ്രയാസപ്പെടുത്തല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ പേരിൽ എങ്ങനെ ഭക്ഷണ വിതരണം നടത്തിയിട്ട് എത്രയോ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ കുടുംബത്തിൽ പോലും എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരർക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം അല്ലാഹു
പേരിന്റെ പേരിൽ മാത്രം സ്വലാത്ത് ചൊല്ലിയ ആ പെൺകുട്ടിക്ക് അല്ലാഹു നേരിട്ട് കാട്ടിക്കൊടുത്തതാണ്. അങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളുണ്ടെന്നറിയോ? എന്റെ സരസിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, അള്ളാന്റെ ഹബീബിന് ഒരുപാട് മധുഹെഴുതിയ ഇമാമ് ആ ബുറുദാമരിച്ച് നാളെ ഇവിടെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാലപിക്കുന്നതിന്റെ അയൽവാസികളാണ് ആറ്റിങ്ങൾ മഹദൂമിയാണ് മക്കൾക്ക് ശബ്ദമാധുര്യം കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ബഹുമാനനാണ് അല്ലാഹു ആയുസ് കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിന്റെ മധു പാടുന്നതിനും പറയുന്നതിനും വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത ഫളിലാണ്, വല്ലാത്ത ശ്രേഷ്ഠതയാണ്. എന്റെ ശബ്ദം ഒരുപാട് അടഞ്ഞുപോയിരുന്ന ശബ്ദമായിരുന്നു. ഒരുപാട് കഴിഞ്ഞ വർഷമൊക്കെ വായന പോയപ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എന്റെ ശബ്ദം വല്ലാതെ അടഞ്ഞു പോകുമായിരുന്നു. ഇപ്രാവശ്യം എന്റെ ശബ്ദത്തിന് ഇത്രത്തോളം അല്ലാഹു ഒരു ഭംഗി തന്നത് എന്തുകൊണ്ടെന്നറിയോ? കൊല്ലം പള്ളിത്തോട്ടത്തിൽ അല്ലാന്റെ റസൂലിന്റെ വഫാത്ത് എന്ന് പറയുന്ന വിഷയം ഞാൻ അവതരിപ്പിച്ചതിന്റെ അന്ന് മുതൽ അൽഹംദുലില്ലാഹ് ആ സദസ്സിൽ പറഞ്ഞു ദ്വാരെന്നപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പാവപ്പെട്ടവന് വേറെ ഒരു ആശ്രയവും ആശയവും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ തണലല്ലാതെ റസൂലുള്ളാഹിയുടെ വിരുദ്ധമല്ലാതെ മദീന എന്ന് പറഞ്ഞാൽ കരയാനുള്ള മനസ്സല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എത്ര മധുഹുകളാണ് എന്റെ കടൽ കൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ പുരുഷ ജീവിതാവസാനം അല്ലാഹു കാട്ടിത്തരട്ടെ. അതുകൊണ്ട് ഈ മനോഹരമായ പ്രവാചക പ്രേത നിറഞ്ഞു തുളുമ്പിയ സദസ്സിൽ വെച്ചുകൊണ്ടോ എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാതെ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്ന വേദിയാണെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് മദീനയിൽ കോടിക്കണക്കാരെ പാറിപ്പറക്കുന്ന വേദിയിലേക്ക് എന്റെ ഈ മനസ്സിനെ അല്ലാഹു എത്തിക്കുമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം മാത്രം പറയുന്ന ഈ പുണ്യവേദിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ലോ എല്ലാ ദിവസവും പറയുന്നത്. നാളെയും തുടക്കം മുതൽ അവസാനം വരെ പ്രവാചകന്റെ പ്രകീർത്തനമല്ലോ. ആ മധുരിൽ കൊണ്ടുവന്ന ഇമാമിന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂലല്ലോ ബുറുദയുടെ വരികൾ കൂട്ടിച്ചേർത്ത് കൊടുത്തത്. അല്ലാഹുവിന്റെ ഹബീബല്ലോ ബുറുദാമജിലിസിന്റെ പ്രിയമുള്ളവരോ ചൊല്ലുന്ന ബുറുദാന്റെ വരികൾ ചേർത്ത് കൊടുത്തത് നബിയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ നിങ്ങളുടെ മനസ്സിലോ നബിതങ്ങളെ കൂടെ ചേർത്ത് വെക്കാം. ഒരു പ്രവാചക പ്രേമി സരസ്വരുണ്ടോ ഞാൻ ചോദിക്കുക. ഇരിക്കുന്ന സഹോദരിമാരിലോ ഇരിക്കുന്ന സഹോദരങ്ങളിലോ അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാ അത് സമ്പത്ത് കൊണ്ടാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കല് എന്റെ ഏറ്റവും വലിയ ഹോബിയാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വലതുഭാഗത്ത് ചാരത്തോട് ചേർന്ന് കിടക്കുമ്പോ അവിടെ കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഹബീബിനെ കൊണ്ട് ലോകത്തോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ മക്കളില്ലെങ്കിലോ ജോലിയില്ലെങ്കിലോ രോഗമാണെങ്കിലോ അതുപോലെ സമ്പത്തില്ലെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ഈ സദസ്സിന് പ്രവാചകത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അല്ലാഹു തിരഞ്ഞെടുത്ത ഒരാളിന്നതിനെ പുലരാ 4444 രൂപ ഒരൊറ്റയാള് പറഞ്ഞാമൻ ബുറുദാമജിലിസ് നടക്കുന്ന തങ്ങൾ ദ്വാരക്കുന്ന ഇന്ന് പൊട്ടിക്കറന്നുകൊണ്ട് ദ്വാരക്കുന്ന വേദികളെന്റെ മനസ്സിന്റെ ഏറ്റവും നല്ല ഒരാഗ്രഹം നടക്കാം. അത് റസൂലുള്ളാഹിയുടെ പൊരുത്തമാണെങ്കിലത് അസ്അലുക മുറാഫഖത്തിൽ നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിലിരിക്കണമെന്ന ആശയാണെങ്കിലത് ജീവിതത്തിലിരിക്കണമെന്നപ്പോ ഉത്തരാകാരുടെ ആശ്രം താങ്ങുന്നവർക്ക് എനിക്ക് വരല്ലോ എന്ന ചിന്തയാണെങ്കിലത് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് മരിക്കണമെന്ന കൊതിയാണെങ്കിലത് മക്കളുണ്ടാകണമെന്ന ആഗ്രഹമാണെങ്കിലത് രോഗം മാറണമെന്ന ആശയാണെങ്കിലത് ഞാനൊരു വാക്ക് തരുകയാ. ഇൻഷാ അല്ലാഹ് ഏത് മജ്‌ലിസിൽ ചാരുവാഹനൗചാരുവാക്കരുപോരാണ് എത്രയോ ഇൽമുണ്ടന വിളിച്ചത് എന്റെ പ്രിയമുള്ളവരോ ഉറക്കമില്ലാതെ ഓടി നടക്കുമ്പോ അവിടുത്തെ സമാപന വേദികളിലോ ഓർക്കാമെന്ന ഒരു വാക്ക് മാത്രം നിങ്ങൾക്ക് പകരം
പകരം തന്നുകൊണ്ട് എന്റെ റൂഹ് പിരിയുന്നവർ ഒരു മജ്‌ലിസിലും നിങ്ങളെ മറക്കൂല എന്ന വാക്ക് മാത്രം തന്നുകൊണ്ട് ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്